ഈ ലോകത്തിലൊരു കുഞ്ഞായി ജനിക്കപ്പെടുമ്പോൾ തന്നെ ആ കുഞ്ഞിന് മാതാപിതാക്കൾ പേരിടാറുണ്ട്. ഒരു പേരിടാറുണ്ട്. ആ പേരായിരിക്കും അവൻ്റെ ജീവിതകാലം മുഴുവനും അവനെ നയിക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞ് വളർന്ന് അവൻ്റെ പ്രവൃത്തി മൂലം ഈ സമൂഹവും ദൈവം ഒരു പേരിടാറുണ്ട്. അതാണ് യഥാർത്ഥ പേരെന്ന് പറയുന്നത്. നമ്മൾ മാതാപിതാക്കളാൽ അറിയപ്പെടുന്ന ആ പേര് കൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നു എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ പ്രകൃതി, ഈ ലോകത്തിലെ ശക്തികൾ നമുക്കൊരു പേര് നൽകാറുണ്ട്. ഈ പേര് നൽകുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചാണ് പേര് നൽകപ്പെടുന്നത്. ഇതേപോലെ തന്നെയാണ് ഇന്നത്തെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ലൂസിഫർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവം കൊടുത്ത പേരാണ്. ഇന്ന് നമ്മൾ സാത്താൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ശക്തിക്ക് ദൈവം കൊടുത്ത പേരെന്ന് പറയുന്നത് ലൂസിഫറാണ്. ലൂസിഫറിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നത് പ്രകാശവാഹകനെന്ന, അല്ലെങ്കിൽ പ്രഭാത നക്ഷത്രമെന്നും മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ വിളിക്കും. നല്ല പേരാണ്. ഇത് ലാറ്റിൻ വേർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില വാക്കുകൾ അതിൻ്റെ അകത്തുണ്ട്. ലൂക്സ് എന്ന് പറയുന്ന വാക്ക് അതിന് പ്രകാശമെന്നും, ഫെറെ എന്ന് പറയുന്ന മറ്റൊരു വാക്ക് അതിനെ വഹിക്കുക എന്നുള്ളത്, അതായത് പ്രകാശത്തെ വഹിക്കുന്നവനെന്ന പേരാണ് യഥാർത്ഥത്തിൽ ലൂസിഫറിന് ലഭിച്ചത്. അങ്ങനെ തന്നെ ആയിരുന്നു സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഈ ദൂതൻ പ്രകാശവാഹകനായിരുന്നു. അത് മോർണിംഗ് സ്റ്റാർ ആയിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇവനെ വിളിക്കുന്ന പേരിങ്ങനെയാണ്: അരുണോദയ പുത്രനായ ശുക്ര. അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഓ ലൂസിഫർ, സൺ ഓഫ് ദ മോർണിംഗ് എന്ന് പറഞ്ഞ അതിനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യമാണ് ഈ ലൂസിഫറിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ലൂസിഫറിന് എങ്ങനെയാണ് ഒരു സാത്താൻ്റെ പദവിയിലേക്ക് എത്താൻ കഴിഞ്ഞത്? അതിൻ്റെ ഒറ്റ കാരണമെന്ന് പറയുന്നത് അവൻ്റെ പ്രവൃത്തിയാണ്. യഥാർത്ഥത്തിൽ ദൈവമിട്ട പേരിൽ നിന്ന് അവൻ വ്യതിചലിച്ച്, അവൻ ചെയ്യേണ്ട ക്രിയകളിൽ നിന്ന് അവൻ വ്യതിചലിച്ച്, അവൻ മറ്റൊരു ക്രിയ തിരഞ്ഞെടുത്ത് ആ പ്രവൃത്തിയിലേക്ക് അവൻ ചലിച്ചപ്പോൾ ആ പ്രവൃത്തിക്കനുസരിച്ചൊരു പേരിട്ടതാണ് സാത്താൻ എന്ന പേരെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ലൂസിഫർ എന്ന് പറയുന്നത് മോർണിംഗ് സ്റ്റാർ, നല്ല പ്രകാശം നൽകുന്നവൻ, പ്രകാശം വഹിക്കുന്നവൻ. ഈ പേര് തന്നെ യേശുക്രിസ്തുവിനെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. വെളിപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഉദയ നക്ഷത്രമാകുന്നു, മോർണിംഗ് സ്റ്റാർ ആകുന്നു എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ അവിടെ അഭിസംബോധന ചെയ്യുന്നത് കാണാം. കാരണം യേശുക്രിസ്തു ഒരു മോർണിംഗ് സ്റ്റാറാണ്. ഈ ലോകത്തിന് മുഴുവനും പ്രകാശം നൽകുന്ന ഒരു ദൈവിക ശക്തിയാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലൂസിഫറിൻ്റെ പേരും യേശുക്രിസ്തുവിൻ്റെ പേരും ഒന്നായിരുന്നു. ഒരു സമയത്ത് മോർണിംഗ് സ്റ്റാർ ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ലൂസിഫർ സാത്താനായി മാറിയതും എന്തുകൊണ്ടാണ് യേശുക്രിസ്തു പുത്രനായി തന്നെ നിലനിൽക്കുന്നതും? അതിൻ്റെ ഒറ്റ കാരണമെന്ന് പറയുന്നത് പ്രവൃത്തിയിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടതുകൊണ്ട് ലൂസിഫർ സാത്താനാകുകയും എന്നാൽ തന്നിലേൽപ്പിച്ച പ്രവൃത്തി അതേപോലെ തന്നെ ചെയ്യുന്നത് കൊണ്ട് താൻ ഇപ്പോഴും ഒരു മോർണിംഗ് സ്റ്റാറായി യേശുക്രിസ്തുവും നിലനിൽക്കുക. ഇതാണ് ഇതിൻ്റെ രണ്ട് വിഷയമെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യകാലഘട്ടങ്ങളിൽ ലോകമുണ്ടാകുന്ന മുമ്പ് തന്നെ യേശുക്രിസ്തുവിൻ്റെതായ ആ പേരും ലൂസിഫറിൻ്റെ പേരും എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരുന്നു. ഇനിയും യേശുക്രിസ്തു ഈ ലൂസിഫറിനെ വിളിക്കുന്നൊരു പേരുണ്ട്. നമുക്കറിയാം ലൂക്കോസ് 10-ാമത്തെ വാക്യത്തിൽ സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നു എന്ന് പറയുന്നു. അതായത് ലൈറ്റ്നിങ്. കാരണം അവൻ ആകാശത്ത് ലൈറ്റ്നിങ് ആയിരുന്നു, ഒരു മോർണിംഗ് സ്റ്റാർ ആയിരുന്നു, പ്രകാശവാഹകനായിരുന്നു. എന്നാൽ ഒരു സമയത്ത് ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് അവൻ പാത്രനായപ്പോൾ അവന് ദൈവം ഈ ലോകത്തിലേക്ക്, പാതാളത്തിലേക്ക് തള്ളിയിടുകയാണ്. അങ്ങനെയാണ് അവൻ മിന്നൽ പോലെ ഈ ലോകത്തിലേക്ക് പതിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചെറിയൊരു മെസ്സേജ് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ പേര് യഥാർത്ഥമായി വെളിപ്പെടുന്നത് നമ്മുടെ പ്രവൃത്തി മൂലമാണ്. ലൂസിഫർ എന്ന് പറയുന്ന മനോഹരമായ പേര് ദൈവം നൽകിയപ്പോൾ അതിനെ പിടിച്ചു മുറുക്കി മുന്നോട്ട് പോകാൻ കഴിയാതെ അവൻ്റെ പ്രവൃത്തിയിൽ അവൻ വ്യതിചലിച്ചപ്പോൾ അവൻ്റെ പേര് സാത്താൻ എന്ന് പേരിടുകയാണ്. എന്നാൽ ലൂസിഫർ എന്ന പേര് കേൾക്കുമ്പോൾ ആ മോർണിംഗ് സ്റ്റാർ എന്ന അർത്ഥമുണ്ടെങ്കിൽ പോലും ഇന്ന് മനുഷ്യരും ഈ ലോകം മുഴുവനും ലൂസിഫറിനെ തിരിച്ചറിയുന്നത്
അവനൊരു മോർണിംഗ് സ്റ്റാർ ആയിട്ടല്ല, അവനൊരു ആയിട്ടാണ്. അതായത് അവൻ ഇരുട്ടിൻ്റെ നായകനായിട്ടാണ്, പാപത്തിൻ്റെ നായകനായിട്ടാണ് ഈ ലോകം അവനെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ പ്രവൃത്തിയിൽ ദൈവത്തോട് അനുകരിപ്പാൻ തക്കവണ്ണം ഒരുങ്ങിയിരിപ്പിനെന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിപ്പിൻ. ദൈവത്തിന് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കാരണം ദൈവം ഒരു വിശുദ്ധനാണ്. ദൈവത്തിൻ്റെ അത്രത്തോളം വിശുദ്ധൻ ആയി തീരുവാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ദൈവത്തിന് വ്യക്തമായി അറിയാം. പക്ഷേ ദൈവത്തിന് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കാരണം ദൈവം വിശുദ്ധനായതുകൊണ്ട്. മറ്റൊരു കാര്യം ദൈവത്തിന് അങ്ങനെ പറയാൻ കഴിയാത്തത് കൊണ്ട് ദൈവം അങ്ങനെ പറയുമ്പോൾ നാമും നമ്മുടെ പ്രവൃത്തിയിൽ ദൈവത്തോട് അനുരൂപമാകുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം ഇടുന്നൊരു പേരുണ്ടാകും. ആ പേരായിരിക്കും നിനക്ക് യഥാർത്ഥ പേരായി നിന്റെ ജീവിതത്തിൽ ഭവിക്കാൻ പോകുന്നത്. ദൈവം എവരെയും സഹായിക്കുമാറാകട്ടെ. ഇവാഞ്ചലിസ്റ്റ് പ്രേംജിത്ത് ജോർജ്, നിലമ്പൂർ.